അമ്പലത്തിൽ പോയിട്ട് ഭഗവാനോട് സങ്കടം പറഞ്ഞോ? സങ്കടം പറയുകയും ചെയ്തു, കളഞ്ഞുപോയ ആളെ തിരിച്ചു കിട്ടുകയും ചെയ്തു. അതെങ്ങനെ തിരികെ കിട്ടിയത്? ഒന്നും എനിക്കറിയില്ല കണ്ണേട്ടാ. ഐശ്വര്യമുള്ളൊരമ്മ, അവരൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണോ അതോ ദേവിയാണോന്നൊന്നും അറിയില്ല. ഞാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച ശേഷം തൊഴുതു മടങ്ങുമ്പോ എന്നെ പിന്നീന്ന് വിളിച്ചു. നഷ്ടപ്പെട്ട അയ്യപ്പ വിഗ്രഹം എനിക്ക് തരികയും ചെയ്തു. ദേ കണ്ടോ? അതിങ്ങനെ കണ്ണേട്ടൻ ആ വിഗ്രഹം പിടികിട്ടി കാണുമോ? ഞാൻ തന്നോട് പറഞ്ഞ കഥയില് ഇതുപോലെ എനിക്കൊരു അയ്യപ്പ വിഗ്രഹം തന്ന അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്റെ പിറന്നാൾ ദിവസം. ദേ, ഇത്രയും വലിപ്പമുള്ള ഇതുപോലൊരു വിഗ്രഹം എനിക്കും ആ അമ്മ തന്നത്. അന്നെനിക്ക് ഭഗവാനെ തന്ന ആ അമ്മയെ അതിനു മുമ്പും അതിനുശേഷവും പിന്നെ ഞാൻ കണ്ടിട്ടേയില്ല. കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഒറ്റയ്ക്ക് പോകരുത് കേട്ടോ, അയ്യപ്പനെയും കൂടെ കൂട്ടണം. ജീവിതമൊക്കെ സുഖാണോ മോളെ? കുഴപ്പമില്ല. അത് പറയുമ്പോഴും മുഖത്ത് നല്ല സങ്കടം ഉണ്ടല്ലോ. ദേ നോക്ക്, ഇതാണോ ആ സങ്കടത്തിന് കാരണം? എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. അത് തന്നെ എന്റെയും വിശ്വാസം. ഈ അയ്യപ്പനാ നമ്മളെ കൂട്ടി യോജിപ്പിച്ചതെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ. ശക്തിയുള്ള ദേവനായത്. അതുകൊണ്ടാ എന്റെ അയ്യപ്പനെ കാണാതായപ്പോ ഞാൻ ആകെ വിഷമിച്ചു പോയത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, തന്റെ ഈ സ്വാമിക്ക് ശക്തിയുണ്ടെന്ന്. താൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇതിന് ജീവൻ വെപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇനി ഇത് യഥാസ്ഥാനത്ത് കൊണ്ടുപോയി വയ്ക്ക്. എല്ലാരും അമ്പലത്തിൽ പോയിരിക്കേ. ശരിയാണ് ഏട്ടാ. മനസ്സിലായി ഭഗവാനെ. കണ്ണേട്ടൻ പറഞ്ഞ പോലെ എന്റെ അയ്യപ്പ സ്വാമിക്ക് ജീവനുണ്ടെന്ന്.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.